അമേരിക്കയിലെ ജോർജിയയിൽ സ്കൂളിൽ വെടിവയ്പുണ്ടായി. 4 പേരാണ് കൊല്ലപ്പെട്ടത്. വെടിയുതിർത്ത 14 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൽ 9 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇത് അമേരിക്കയിലെ ഈ വിദ്യാർത്ഥികളുടെ ആക്രമണം വളരെ സാധാരണ സംഭവമായി മാറുന്നു എന്നുള്ളത് വല്ലാതെ അലോസരപ്പെടുന്നു അമേരിക്കയെ. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്നും തത്സമയം ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ തോക്കിന് ആർക്കും തോക്ക് വാങ്ങാൻ പറ്റുന്നൊരു സാഹചര്യം അമേരിക്ക നിൽക്കുന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ സ്കൂളുകളിൽ നിരന്തരമായി ഉണ്ടാകുന്ന വെടിവയ്പ്. ഏറ്റവും അവസാനം ജോർജിയയിലാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അമേരിക്കയിലെ പല സംസ്ഥാനങ്ങളിലും സ്കൂളുകൾ ഇന്ന് വേനൽ അവധി കഴിഞ്ഞ് തുടങ്ങിയ ദിവസം കൂടിയായിരുന്നു. ജോർജിയയിലെ വൈൻഡർ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആപ്ലാച്ചി ഹൈസ്കൂളിലാണ് ഇന്ന് ഈ വെടിവെപ്പ് നടന്നത്. പ്രാദേശിക സമയം 10:20 കൂടിയാണ് വെടിവെപ്പ് ഉണ്ടായത്. 2 കുട്ടികളും 2 അധ്യാപകരുമാണ് ഈ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. 9 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. 14 വയസ്സുകാരനായ ഇതേ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി, കോൾഡ് ഗ്രേ എന്നാണ് ഈ വിദ്യാർത്ഥിയുടെ പേര്. ഈ വിദ്യാർത്ഥിയെയാണ് ഈ കൊലക്കുറ്റത്തിന് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പോലീസ് എത്തിയപ്പോൾ സ്വയം കീഴടങ്ങുകയായിരുന്നു. രാവിലെ ക്ലാസ്സിൽ വന്നിട്ട് തിരികെ പോയിട്ട് പിന്നീട് വന്നാണ് ക്ലാസ് റൂമിൽ കയറി വെടിവെച്ചത്. രാവിലെ ഈ സ്കൂളിലേക്ക് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഒരു ഫോൺ സന്ദേശം വന്നിരുന്നു. 5 സ്കൂളുകളിൽ ഇന്ന് വെടിവെപ്പ് ഉണ്ടാകുമെന്നായിരുന്നു ആ ഭീഷണി. അതിലെ ഒന്നാമത്തെ സ്കൂള് ഈ ആപ്ലാച്ചി ഹൈസ്കൂൾ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്കൂള് ലോക്ക്ഡൌണിലേക്ക് പോയെങ്കിലും ഈ വെടിവെപ്പ് തടയുവാൻ സാധിച്ചില്ല. ഈ ഈ വിവരങ്ങളെല്ലാം അപ്പോൾ തന്നെ ഹോംലാൻഡ് സെക്യൂരിറ്റി US പ്രസിഡന്റ് ജോ ബൈഡനെ അറിയിച്ചു. ഇതൊരു സാധാരണ സംഭവമല്ല എന്നാണ് ജോ ബൈഡൻ പറഞ്ഞത്. ഇതിനെ അങ്ങനെ തള്ളിക്കളയാനും പറ്റത്തില്ല. ഈ മരിച്ചവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്തു. എന്നാൽ ജോ ബൈഡൻ പറയുന്നത്, നേരത്തെ എസ് കെ സൂചിപ്പിച്ചതുപോലെ, ഈ തോക്ക് നിയന്ത്രണത്തിന് അറുതി വരുത്തണം. അതിന് US കോൺഗ്രസ് ഒരുമിച്ച് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുത്തുവാനായിട്ട് സഹകരിക്കണമെന്ന് ജോ ബൈഡൻ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്. ഇത് സംബന്ധിച്ച് FBI മറ്റ് അന്വേഷണ ഏജൻസികളും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എസ് കെനെ, 1 വർഷം മുമ്പ് ഈ വിദ്യാർത്ഥി, 14 വയസ്സുകാരൻ വിദ്യാർത്ഥിയെയും ആ വിദ്യാർത്ഥിയുടെ പിതാവിനെയും ഇതുപോലൊരു വിഷയത്തിൽ പോലീസ് ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഓൺലൈനിൽ കൂടെ സ്കൂളുകളിൽ വെടിവെപ്പ് നടത്തും എന്നുള്ള ഭീഷണിയെ തുടർന്നുള്ള ഒരു അന്വേഷണമായിരുന്നു അത്. അന്ന് ആ പിതാവ് പറഞ്ഞത് വീട്ടിൽ തോക്കുണ്ട്, പക്ഷേ ആ തോക്ക് മകൻ ഉപയോഗിക്കുമ്പോഴൊക്കെ അത് അദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇന്നിപ്പോൾ 4 പേരുടെ ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് എസ് കെ. താങ്ക് യു മധു കൊട്ടാരക്കര. വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഈ അമേരിക്കയിൽ അരങ്ങേറിയിരിക്കുന്നത്. ജോർജിയയിലാണ് സ്കൂളിൽ വെടിവയ്പ്പുണ്ടായത്. 4 പേർക്ക് മരണം സംഭവിച്ചു. അധ്യാപകർ ഉൾപ്പെടെ 4 പേരാണ് മരിച്ചത്. 14 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 14 വയസ്സുകാരനാണ് പിടിയിലായിരിക്കുന്നത് എന്ന് പറയുമ്പോഴാണ് ഇതിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാവുക.